Speaker and Deputy Speaker thereof, and so office of the House of the Speaker or Deputy Speaker become vacant. Sir, this is the situation, sir. Immediately after the election, സ്പീക്കർക്കെതിരായ വിശ്വാസ പ്രമേയമാണ്. Last 7 years, you are not elected a Deputy Speaker. You created a constitutional vacuum. You created a constitutional vacuum, sir. Sir, who is with that? This question is very clear. Article 96 is very clear. Therefore, the House has to... Sir, my submission is, sir, the House has to select a person to sit in the chair. Sir, then they can conduct. आप बैठ जाइए स्वागत राय जी. Please read 95(2) with me. During the absence of the Speaker from any sitting of the House of the People, the Deputy Speaker, or if he is also absent, such person as may be determined by the rules of the procedure of the House, or if no such person is present, such other person as may be determined by the House shall act as Speaker. So the main question is, Speaker is not there. സ്പീക്കർക്കെതിരായ അവിശ്വാസ നീക്കത്തിലേക്ക് പ്രതിപക്ഷത്തിന് കടക്കാനാകുന്നുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. സ്മൃതി, പ്രധാനമായും ചട്ടപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ആര് ഈ അവിശ്വാസ നോട്ടീസ് ലോക്സഭ പരിഗണിക്കുമ്പോൾ ചെയറിലിരിക്കണം എന്ന കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്പീക്കറെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഈയൊരു പ്രമേയം ലോക്സഭ പരിഗണിക്കുമ്പോൾ സ്പീക്കർ ആ ചെയറിലിരിക്കാൻ പാടില്ല, സ്പീക്കർ നിശ്ചയിക്കുന്ന ആളും ആ ചെയറിൽ ഇരിക്കാൻ പാടില്ല എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആര് പരിഗണിക്കണം എന്നത് സഭ തീരുമാനിക്കണം. അപ്പോൾ സഭ സ്പീക്കറായി തൽക്കാലത്തേക്ക് ഒരാളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു നടപടിക്രമങ്ങൾ സഭയിൽ പൂർത്തിയാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട ലോക്സഭാ ചട്ടങ്ങളാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്പീക്കർ ഓം ബിർള നിശ്ചയിച്ച ചെയർ ജഗദാംബിക പാൽ അതിനെ ശക്തമായി എതിർക്കുകയാണ്. അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഭരണപക്ഷ അംഗങ്ങളും ജഗദാംബിക പാലിന്റെ വാദത്തോടെ യോജിക്കുകയാണ്. ഏതായാലും ഇതേ ചൊല്ലിയുള്ള ചട്ടപ്രശ്നം ഉന്നയിച്ചുള്ള വലിയ തർക്കമാണ് ഇപ്പോൾ ലോക്സഭയിൽ തുടരുന്നത്. ഏതായാലും ഇപ്പോൾ സ്പീക്കർ നിശ്ചയിച്ച ഓം ബിർള നിശ്ചയിച്ച ചെയർ ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിൽ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണം എന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പ്രമേയം നോട്ടീസ് അത് പരിഗണിക്കാൻ അംഗീകരിക്കില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. അതേസമയം അതിനെ ഭരണപക്ഷം എതിർക്കുകയും ചെയ്യണം. ഏതായാലും ഈ വിഷയത്തിലെ ചട്ടപ്രശ്നത്തിൽ വലിയ തർക്കം ലോക്സഭയിൽ തുടരുകയാണ്. ശരി, പി. സുനിലാണ് വിവരങ്ങൾ നൽകിയത്.